നാസയുടെ സ്പേസ് എക്സ് ക്രൂ 11 ദൗത്യ സംഘം കാലാവധി തീരും മുൻപേ ഭൂമിയിൽ തിരിച്ചെത്തി. ബഹിരാകാശ സഞ്ചാരികൾ ഒരാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടതിനെ തുടർന്നാണ് ദൗത്യം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നത്. പേടകം പസഫിക് സമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്തു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ചരിത്രത്തിന്റെ ആദ്യമായിട്ടാണ് ഇത്തരമൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ് സുധാ ബിജു, നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രത്തിൽ ആദ്യമാണ്. കാര്യങ്ങൾ ഇപ്പോൾ സേഫ് ആണോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, 4 സഞ്ചാരികളാണ് ഈ ക്രൂ 11 സംഘത്തിനോടൊപ്പം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു 25 വർഷത്തെ ചരിത്രത്തിനിടയിൽ ആദ്യമായിട്ടാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയിൽ ഇത്തരത്തിൽ ഈ ഒരു ദൗത്യം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഒരു മെഡിക്കൽ എമർജൻസിയുടെ പേരിൽ തിരിച്ചു വരേണ്ടി വരുന്നത്. ഇതിനു മുൻപേ പല ടെക്നിക്കൽ എറേഴ്സ് വന്നപ്പോഴും അല്ലാതെ മറ്റു പല സാഹചര്യങ്ങൾ കൊണ്ടും കാലാവസ്ഥ വ്യത്യാസം, അതുപോലെ തന്നെ ഈ ഡോക്കിംഗ് നടത്തുന്നതിലുള്ള ചില പിഴവുകൾ, ഇത്തരം പല സാഹചര്യങ്ങൾ കൊണ്ടെല്ലാം സഞ്ചാരികൾ തിരികെ വന്നിരുന്നു. എന്നാൽ ഒരു മെഡിക്കൽ എമർജൻസിയുടെ പേരിൽ ഈ സംഘാംഗങ്ങൾ തിരിച്ചെത്തുന്നത് ഇത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. 167 ദിവസം സ്പേസിൽ കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ ഇപ്പോൾ നിലവിൽ മടങ്ങിയെത്തുന്നത്. ഇവർ മടങ്ങിയെത്തിയതോടെ ഈ 4 സഞ്ചാരികൾ തിരിച്ചു വന്നതോടുകൂടി ഇപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കേവലം 3 പേർ മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ദൗത്യ സംഘം ഉടൻ തന്നെ പുറപ്പെടും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ ശുഭാംശു ശുക്ല ഒക്കെ പോയതുപോലെ ഒരു ആക്സിയം ദൗത്യം അത്തരമൊരു കാര്യം ആയിരുന്നില്ല. മറ്റ് പല രാജ്യങ്ങളിലുള്ള ബഹിരാകാശ സഞ്ചാരികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അത്തരമൊരു മിഷൻ ആയിരുന്നില്ല. ഇത് നാസയുടെ ഭാഗമായി നാസയും സ്പേസ് എക്സും ഒന്നിച്ച് നടത്തുന്ന ഈ ഒരു സ്പേസ് എക്സ് ക്രൂ മിഷൻ്റെ ഭാഗമായിട്ടുള്ള ദൗത്യമായിരുന്നു. അപ്പോൾ അതിലാണ് ആദ്യമായി ഇത്തരമൊരു പിഴവ് സംഭവിച്ചിരിക്കുന്നത്. 4 ബഹിരാകാശ സഞ്ചാരികളുണ്ട്. എന്നാൽ ഇവർക്ക് ആർക്കാണ് ആരോഗ്യ പ്രശ്നമുള്ളത്, എന്താണ് ഈ ആരോഗ്യ പ്രശ്നം എന്നതിനെ പറ്റിയിട്ടൊന്നും ഇതുവരെ നാസ വെളിപ്പെടുത്തിയിട്ടില്ല. ഇത് ഈ സഞ്ചാരിയുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നടത്താത്തത്. ഈ 4 പേരെന്ന് പറയുന്നത് ഇപ്പോൾ 2 പൈലറ്റുമാരാണ് ഈ ബഹിരാകാശ വാഹനത്തിൽ നിന്ന് പുറത്തു വന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി മറ്റ് സഞ്ചാരികൾ കൂടിയുണ്ട്. ഒന്ന് സീന കാട്ട്മാൻ എന്ന് പറയുന്ന നാസ കമാൻഡർ ആണ് ഒരു സഞ്ചാരി. അതുപോലെ മൈക്ക് ഫിൻകെ, അത് നാസ പൈലറ്റാണ്. അതുപോലെ തന്നെ കിമിയ യുക്കി, ഇതൊരു ജാപ്പനീസ് ബഹിരാകാശ സഞ്ചാരിയാണ്. ഈ പര്യവേഷണ ദൗത്യത്തിനായി നാസയോടൊപ്പം ചേർന്ന് ഈ ബഹിരാകാശ നിലയത്തിലേക്ക് പോയ സഞ്ചാരിയാണ്. പിന്നെ ഒലെഗ് പ്ലാറ്റ്നോവ് എന്ന് പറയുന്ന ഒരു റഷ്യൻ സഞ്ചാരി കൂടി ഇവർക്കൊപ്പം ഈ ദൗത്യത്തിലുണ്ടായിരുന്നു. ഈ 4 പേരിൽ ആർക്കാണ് ഈ അസുഖം ബാധിച്ചത് എന്ന് നമുക്ക് ഈ ചരിത്രപരമായ ഈ സ്പ്ലാഷ് ഡൗൺ, അത് ഭൂമിയിലേക്ക് മടങ്ങേണ്ടി വന്നത്, ഈ തിരിച്ചിറക്കവും നാസ തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ടായിരുന്നു. അജയ്, നമുക്കറിയാം ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് ഡ്രാഗൺ പേടകമാണ് ഇത്. ഒപ്പം ഇവർ മടങ്ങുന്നതോടെ 2 റഷ്യൻ സഞ്ചാരികൾ മാത്രമാകും അവിടെ അവശേഷിക്കുക എന്ന് മനസ്സിലാകുന്നു. എന്താണ് മറ്റ് വിവരങ്ങളായി മനസ്സിലാക്കുന്നത്? 10 മണിക്കൂറോളം എടുത്തെന്ന് മനസ്സിലാക്കുന്നു അല്ലേ ഭൂമിയിലേക്ക് എത്താൻ? അതെ, ഇപ്പോൾ നിലവിൽ ഈ പസഫിക് സമുദ്രത്തിൽ, കാലിഫോർണിയ തീരത്തിനടുത്തുള്ള പസഫിക് സമുദ്രത്തിലാണ് നിലവിൽ ഈ സ്പ്ലാഷ് ഡൗൺ സംഭവിച്ചിരിക്കുന്നത്. പുലർച്ചെ 2 മണിയോടെയാണ് അവിടുത്തെ പ്രാദേശിക സമയം. ഇപ്പോൾ നിലവിൽ 2 പേർ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി 2 പേരെ കൂടി നിലവിൽ ഇനി അടുത്ത് പുറത്തേക്ക് എത്തിക്കാനുണ്ട്. ഇപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സങ്കീർണമായിട്ടുള്ള അൺഡോക്കിംഗ് പ്രക്രിയ എല്ലാം പൂർത്തിയാക്കി നിലവിൽ അവർ തിരിച്ചെത്തിയിരിക്കുകയാണ്. 18,000 അടി ഉയരത്തിൽ വെച്ചാണ് ആദ്യഘട്ടത്തിലുള്ള ഈ ഒരു ഡ്രോൺ പാരച്യൂട്ടുകൾ വിന്യസിക്കുന്ന പ്രവൃത്തികൾ ഉൾപ്പെടെ നടന്നത്. അതിനുശേഷം അത് ഭൂമിയിലേക്കുള്ള ഒരു തിരിച്ചിറക്കമായിരുന്നു. നമ്മൾ ശുഭാംശു ശുക്ലയുടെ ദൗത്യത്തിൻ്റെ ഭാഗമായി നമ്മളിതെല്ലാം തത്സമയം കണ്ടിട്ടുള്ളതാണ്. ഭൂമിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പേടകത്തിൻ്റെ വേഗത കൂടും. 350 മൈൽ വേഗതയിൽ അത് തിരിച്ച് ഭൂമിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരുന്നു. പിന്നീട് 6,000 അടി ഉയരത്തിൽ വെച്ചാണ് അതിൻ്റെ വേഗത കുറച്ചു കൊണ്ടുവരുന്ന അതിൻ്റെ ഒരു റിവേഴ്സ് ട്രസ്റ്റിംഗ് പ്രക്രിയ ഉൾപ്പെടെ ആരംഭിച്ചത്. അതിനുശേഷം അടുത്ത ഘട്ട പാരച്യൂട്ടുകൾ വിന്യസിക്കുകയും അത് വേഗത കുറച്ച് ഇപ്പോൾ ജാപ്പനീസ് സഞ്ചാരിയായിട്ടുള്ള കിമിയ യുയി, അദ്ദേഹം തിരിച്ച് ഇപ്പോൾ പുറത്ത് ഇറങ്ങിയിരിക്കുകയാണ് ആ പേടകത്തിനകത്ത് നിന്ന്. ഇപ്പോൾ ഇനി ഒരു സഞ്ചാരി കൂടിയുണ്ട്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർക്ക് ആർക്കാണ് ആരോഗ്യ പ്രശ്നം എന്താണ് എന്നുള്ള കാര്യം നിലവിൽ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഈ പുറപ്പെടുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപേ ഇവരുടെ ഒരു ലൈവ് സ്ട്രീമിംഗ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതിലാണെങ്കിലും മറ്റു കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ഈ ഒരു 2005 ഓഗസ്റ്റിലാണ് ക്രൂ 11 ദൗത്യ സംഘം ബഹിരാകാശ നിലയത്തിലെത്തിയത്. 2026 ഫെബ്രുവരി അവസാനം വരെ
അവിടെ തുടരാനുള്ള തീരുമാനമായിരുന്നു. എന്നാൽ ദൗത്യസംഘത്തിലെ ഒരാൾക്ക് വൈദ്യസഹായം ആവശ്യമായി വന്നു. സ്വകാര്യത മാനിച്ച് ആർക്കാണ് വൈദ്യസഹായം വേണ്ടതെന്നും അസുഖം എന്താണെന്നും നാസ വെളിപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അജയ് സുധ ബിജുവാണ് ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.